സുഹൃത്തുക്കളെ, ദിയ കൃഷ്ണയെയും കൃഷ്ണകുമാറിനെയും കൊടുക്കാൻ ശ്രമിച്ചതാര്? പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഒരുപക്ഷെ ഏതാണ്ട് എല്ലാ മനുഷ്യരും കൃഷ്ണകുമാറിൻ്റെയും ദിയയുടെയും ഒക്കെ ഫേസ്ബുക്കിന് മുന്നിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് പിന്നിൽ അതിൻ്റെ താഴെ കമൻ്റായി ആ കുടുംബത്തിന് പിന്തുണ അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആകെ മൊത്തം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മുഴുവൻ വീഡിയോകളും പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു ഗൂഢാലോചനയുണ്ട്. 2, കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട കൃഷ്ണകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ വിഷയത്തിലെ പെരുമാറ്റം, ഈ 2 വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് തന്നെയാണെന്ന് തോന്നുകയാണ്. ആദ്യം ഗൂഢാലോചന എന്ന് പറയുന്നത്, ഈ കേസിൽ പരാതി കൊടുത്തത് കൃഷ്ണകുമാറും ദിയയുമാണ്. ഇത്രയധികം പരാതിയും തെളിവുകൾ, ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കൃഷ്ണകുമാറിൻ്റെ ഭാര്യ പുറത്തുവിട്ട വീഡിയോയിലടക്കം തങ്ങൾ തെറ്റ് ചെയ്തുവെന്നും പണമെടുത്തുവെന്നും വളരെ കൃത്യമായി പറയുകയാണ്. മാത്രമല്ല, അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ഭീഷണിപ്പെടുത്തി പറഞ്ഞു എന്ന് വേണമെങ്കിൽ ഇവർക്ക് ആരോപിക്കാം. അതിനപ്പുറത്തേക്ക് ആദ്യം കൊടുത്ത പോലീസിനൊരു പരാതി കൊടുക്കാൻ ഇവർ ധൈര്യപൂർവ്വം വരുന്നുണ്ടല്ലോ. ആ പരാതിയിൽ ഈ QR കോഡ് വെച്ച് ഇവരുടെയൊക്കെ സ്റ്റാഫിൻ്റെ QR കോഡ് വെച്ച് ടാക്സ് വെട്ടിക്കാനാണ് ദിയ കൃഷ്ണ ശ്രമിച്ചത് എന്ന ഒരു വരി ആരോപണം പോലും പറഞ്ഞിട്ടില്ല. ഇന്നലെ മാധ്യമങ്ങളെയൊക്കെ കണ്ടപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ച എന്താണ്, ഞങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് വക്കീലുമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ചിട്ട് അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം എടുക്കുക. എന്ത് തീരുമാനം? ആദ്യം തന്നെ കൊടുക്കേണ്ടത് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നതിനൊപ്പം തന്നെ ഇവരിങ്ങനെ ഒരു വലിയ ഗൂഢാലോചന നടത്തി, അതായത് സർക്കാരിനെ പറ്റിക്കാൻ ശ്രമിച്ചവരാണ് എന്ന പരാതി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. അതിനെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, അതായത് തെളിവുകളെല്ലാം ഈ 3 പേർക്കും എതിരെയാണ്. 2, ഇവർ ആദ്യം മുതൽ ഇവരൊരു പരാതി പോലും ഈ വിഷയത്തിൽ പറഞ്ഞിരുന്നില്ല. ഈ വീഡിയോകളിലൊന്നിലുമില്ല, പോലീസിന് കൊടുത്ത പരാതിയിലുമില്ല എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. പിന്നീട് അവർ ഭയപ്പെട്ടത്, ഇവർക്കൊപ്പം ഒരുപാട് പരിപാടികളിൽ ഒക്കെ സ്വകാര്യമായി പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ തങ്ങളെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വീഡിയോ ഇവർ പുറത്തു വിടുമോ എന്ന് കരുതിയാണ്. അപ്പോൾ ചില റിപ്പോർട്ടർമാർ ചോദിക്കുന്നുണ്ട്, എന്താണ് കാരണം? ഇവരുടെ മാനം ഹനിക്കുന്ന, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ നഗ്ന വീഡിയോ ഒക്കെ പുറത്തു വിടുമ്പോഴാണല്ലോ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇത് അത്തരത്തിലൊരു വീഡിയോയുമില്ല. ഇവരുടെ ഫാമിലി ഫംഗ്ഷൻസിൽ പങ്കെടുത്ത ഒരാൾ വീഡിയോകളെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഇതുവരെ 8 ലക്ഷം രൂപയോളം തിരിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. ഈ 69-72 ലക്ഷം രൂപയുണ്ടോ എന്ന സംശയം പലരും പങ്കുവെക്കുന്നുണ്ട്. വലിയ വെരിഫിക്കേഷൻസ് നടക്കേണ്ട കാര്യമാണ്. എന്തായാലും ദിയയും കുടുംബമൊക്കെ പറയുന്നതനുസരിച്ച് അത്രത്തോളം ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ വീഡിയോകളിൽ ഏതാണ്ട് 50,000 രൂപ കവർന്നു എന്ന് പറയുന്ന ഇവർ 8 ലക്ഷത്തിലധികം രൂപ ഇതിനകം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റ് കൃഷ്ണകുമാർ പറയുന്നത്, തീരമേഖലയിലുള്ളവരാണ് ഈ മനുഷ്യർ, ഈ ജോലിക്ക് വന്ന പെൺകുട്ടികൾ. അവരുടെ ജാതി നോക്കിയാണ് തങ്ങൾ ജാതി വിളിച്ചിട്ടുണ്ട് എന്ന ആരോപണം പറയുമ്പോൾ, ഒരു ഘട്ടത്തിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ജാതി നോക്കിയാണ് ഞങ്ങൾ സ്റ്റാഫിനെ എടുക്കുന്നതെങ്കിൽ ഇവരുടെയൊക്കെ ജാതി സ്വാഭാവികമായിട്ട് അറിയാം, തീരമേഖലയിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം. ഒരു പരിധിവരെ ഈ കുടുംബത്തിലെല്ലാവരും പല ജാതിയിൽപ്പെട്ടതാണെന്ന് ദിയ ആദ്യമേ തന്നെ പറയുകയും ചെയ്യുന്നു. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നത്, എനിക്കൊന്ന് അഹാനെയൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ക്രിസ്ത്യൻ പയ്യനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളുണ്ട്. മറ്റൊരു മതത്തിൽപ്പെട്ട ആളെയാണ് കല്യാണം കഴിക്കുക, ഇനിയും പലരും കല്യാണം കഴിക്കുക എന്ന് കൃഷ്ണകുമാർ പോലും പറയുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ജാതി എന്നൊന്നും ഇല്ല. ഈ കൃഷ്ണകുമാറിനെ പലപ്പോഴും ജാതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പഴയ കുമ്പിൾ കുത്തിയ കഥയൊക്കെ കൃഷ്ണകുമാർ ചിലയിടത്ത് പറഞ്ഞതുകൊണ്ട് അതിലങ്ങ് ജാതി ആരോപിച്ചുകൊണ്ട് കൃഷ്ണകുമാറിനെ ഇതിൽ ലോക്ക് ചെയ്യാം എന്നാണ് ഇതിന് പിന്നിൽ നിന്നവർ കരുതിയത് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നിൽ നിന്നവർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആളുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം ആദ്യം പരാതി കൊടുത്ത കൃഷ്ണകുമാർ, അവരുടെ കേസിൽ കാര്യമായ ഒരു അന്വേഷണം എവിടെ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇത്രയധികം എവിഡൻസ് ഉള്ള കേസിൽ ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല, അവരെ റിമാൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്കെതിരായ നടപടി വളരെ സോഫ്റ്റ് ആകുന്നു. 2, കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കേസെടുത്തിട്ട് അത് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു. പോലീസിൽ നിന്നല്ലാതെ ഇങ്ങനൊരു വിവരം പുറത്തു പോകില്ലല്ലോ. അപ്പോൾ അത് പ്രചരിപ്പിക്കുന്നു. ആദ്യം വാർത്തയാകുന്നത് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ് എന്നുള്ളതാണ്. അവിടെയാണ് സംശയകരമായിട്ടുള്ളത്. അതായത് അവിടെയാണ് ഒരു ഗൂഢാലോചനയുടെ, ഈ കളിച്ചവർ ബോറൻ കളിയാണ് കളിച്ചത് എന്ന് വ്യക്തമാകുന്നത്.
അപ്പോൾ ആദ്യം ഇത്രയധികം എവിഡൻസ് ഉള്ള കേസാണ് എന്നുള്ളത് ഈ പരാതിക്കാരികളായ പെൺകുട്ടികളും അവരും ഇത്രയും ബോധ്യപ്പെടുത്തിയിട്ടില്ല. കാരണം ഇന്നലെ ആരോ കമൻ്റ് ഇട്ട് കണ്ടു, ഈ വീട്ടിൽ യൂട്യൂബേഴ്സാണ് എല്ലാവരും. അങ്ങനെ ഒരു യൂട്യൂബേഴ്സ് എല്ലാവരും വീഡിയോ എടുക്കുന്നവരോട് കയറിയാണ് ഇവർ കളിച്ചിരിക്കുന്നത്. ഇവർ കളിച്ചത് ആരോടാണ് എന്ന് അറിയാതെ കളിച്ചതാണ് എന്ന് പറയുന്നത്. എന്തായാലും അവർക്ക് പിന്നിൽ ഒരാളുണ്ട് എന്നുള്ളത് അവരുടെ വർത്തമാനം കേട്ടാൽ, തത്ത പറയുന്നത് പോലുള്ള അവരുടെ വർത്തമാനം കേട്ടാൽ, റിപ്പീറ്റ് ചെയ്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ വായ അടഞ്ഞു പോകുന്നത് കണ്ടാൽ വ്യക്തമാകും. കാരണം ഒരാൾക്ക് സ്വന്തമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ട് എങ്കിൽ അവർ തന്നെ അതിന് വ്യക്തത വരുത്തും. അവർക്കതിലൊരു കൃത്യമായ മറുപടി ഉണ്ടാകും. ഇപ്പോൾ ATM ഇപ്പോൾ എല്ലാ ദിവസവും ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം ഇടുന്നു. അത് വിഡ്രോ ചെയ്യണമല്ലോ. ദിയെ ചോദിക്കുന്ന പോലെ വിഡ്രോ ചെയ്തിട്ട് വേണമല്ലോ കൃഷ്ണ ദിയയ്ക്ക് കൊടുക്കാൻ ഈ ടാക്സ് വെട്ടിക്കണമെങ്കിൽ. അത് ഏത് ATM-ൽ നിന്ന് എടുത്തു എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ തിരക്കഥയുണ്ടാക്കിയ ആൾക്ക് വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്ററൊന്നുമല്ല. ഒരു ആവറേജിൽ താഴെയുള്ള ഒരു മലയാള സിനിമയ്ക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതാം എന്നുള്ളതിനപ്പുറത്തേക്ക് അത്ര മിടുക്കനല്ല. സ്ക്രിപ്റ്റിന് അത്ര ഉറപ്പില്ല എന്നുള്ളതാണ് ഇത് പൊളിയാൻ കാരണം. മാത്രമല്ല തൊട്ടിപ്പുറത്ത് എന്തൊക്കെ കണ്ടൻ്റ് ഉണ്ട്. കൃഷ്ണകുമാറിനെയും ദിയേനെയൊക്കെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്തു. ഇനിയാണ് നമ്മൾ ഗൂഢാലോചനയെക്കുറിച്ച് പറയേണ്ടത്. കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെ. കൃഷ്ണകുമാറിനെതിരെയാണ് വാർത്ത വന്നത്. അവർക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചോഷ്ടയുടെ സംസാരിക്കലൊക്കെയാണ്. ഒരു കാരണവശാലും കുടുംബത്തിനൊപ്പം നിൽക്കുമ്പോൾ കൃഷ്ണകുമാറിനെ പോലൊരാൾ അങ്ങനെ സംസാരിക്കില്ല എന്ന് മലയാളികൾക്കറിയാം. മാത്രമല്ല കൃഷ്ണകുമാർ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, താൻ ഇത്ര വർഷമായി ഈ മേഖലയിൽ പണിയെടുക്കുന്നു, ഒരാരോപണമെങ്കിലും തനിക്കെതിരെ ആരെങ്കിലും പറയുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളാണ്. 4 പെൺമക്കളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്? ഒരാളോട് പോലും മോശമായി സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ആ നിലയിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. എൻ്റെ ഇത്തരമുള്ള ഫോൺ സംഭാഷണത്തിൽ എവിടെയെങ്കിലും ഒരു തെറിവാക്കുണ്ടോ എന്ന് പോലും കൃഷ്ണകുമാർ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, അങ്ങനെ ഒരു കാര്യമില്ല, ഇതുവരെ വന്നതിലില്ല. ഇതുവരെ ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇവർ തന്നെ മാപ്പ് പറയുന്നതും സോറി പറയുന്നതും ചാകാൻ പറയൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് വന്നത്. അവർ പുറത്തുവിട്ട തെളിവ് അവർക്ക് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഗൂഢാലോചനയാണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് മാത്രമേ ഇനി കണ്ടെത്താനുള്ളൂ. ഒന്ന്, പോലീസിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം എന്നുള്ളതാണ്. പോലീസിനാകെ നാണക്കേടാക്കിയില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മീഷണർക്കൊക്കെയാണ്, അസിസ്റ്റൻറ്റ് കമ്മീഷണർക്കാണ് പരാതി കൊടുക്കുന്നത്. അങ്ങനെ പരാതി കൊടുത്ത ഒരു സംഭവത്തിൽ ഈയൊരു എന്താ പറയുക, ഈ തിടുക്കപ്പെട്ട് കൃഷ്ണകുമാറിനെ പ്രതിയാക്കപ്പെട്ട സംഭവത്തിൽ അതിൻ്റെ പിന്നിൽ കളിച്ച പോലീസുകാരനാരാണ്? ആ പോലീസുകാരൻ്റെ പിന്നിലുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ്? അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ്? രാഷ്ട്രീയ നേതാവാണെങ്കിലും അല്ലെങ്കിൽ അഭിഭാഷകരാണെങ്കിലും ആരാണ് എന്നുള്ളതാണ് ഇനിയും കൃത്യമായി പുറത്തറിയേണ്ട കാര്യം. ഉറപ്പാണ് ആളുകളുണ്ട് എന്നുള്ളത്. കാരണം ഇതിൽ ഇത്രയധികം തട്ടിപ്പ് പുറത്തുനിന്നൊരു സംഭവത്തിൽ ഇതിനൊരു സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃഷ്ണകുമാർ BJP-കാരനായതുകൊണ്ട് നേരത്തെ ജാതീയമായ ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചില അഭിപ്രായങ്ങൾ, പണ്ട് വീട്ടിലെങ്ങനെയാണ് നടന്നിരുന്നത്, കുമ്പിൾ കുത്തി കഞ്ഞി കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതൊക്കെ വെച്ച് കൃഷ്ണകുമാറിൻ്റെ സംഘപരിവാർ രാഷ്ട്രീയം കൊണ്ട് വെച്ച് അങ്ങോട്ട് ഈ വിഷയം അങ്ങോട്ട് എടുത്തിട്ടാൽ അലക്കി ഒതുക്കാം, കൃഷ്ണകുമാറിനെ തകർത്ത് കളയാമെന്ന് കരുതി. മാത്രമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. ആ ഘട്ടത്തിൽ കൂടി കൃഷ്ണകുമാറിനിട്ട് പണി കൊടുത്താൽ അത് BJP-യെ ബാധിക്കും. BJP വലിയ വിജയപ്രതീക്ഷയുള്ള തെരഞ്ഞെടുപ്പ് പോലുമല്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവന് അങ്ങനെ ഒരു രാഷ്ട്രീയ കണ്ണുണ്ട് എന്ന് തന്നെ കാണേണ്ടി വരും. ഒന്ന്, നടന്നത് രാഷ്ട്രീയമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. അതാരാണെന്ന് കണ്ടെത്തിയേ മതിയാവും. സർക്കാർ നടപടിയെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.